അറിയില്ല. ഏട്ടൻ എന്തോ വലിയ വിഷമത്തോടെ പോയത്. എങ്ങോട്ടേക്കാണെന്നും അറിയില്ല. വീട്ടിലേക്ക് വരാതെ എവിടെ പോയെന്നോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനാ ഇങ്ങനെ ഓടി വരുന്നേ? നിങ്ങൾ ഗൗതമിനെ കാത്തിരിക്കുന്നു അറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. എന്തു പറ്റി? മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുക. കുടിച്ചെന്നോ? ഞങ്ങളുടെ ഏട്ടൻ കുടിച്ചെന്നോ? ഏട്ടൻ അങ്ങനെ ഒരു ശീലമില്ല. അതെന്റെ തെറ്റാ മോളെ. ഞങ്ങൾക്കതിലെ ഒരുപാട് കുറ്റബോധമുണ്ട്. അയ്യോ, എന്നിട്ട് ഏട്ടൻ എവിടെ? പേടിക്കണ്ട, നിങ്ങളുടെ ചേട്ടൻ ഒരു കുഴപ്പമില്ല. കുടിച്ചിട്ട് ബോധം പോയതാ. ഇപ്പൊ എവിടെയാ ഉള്ളത്? നിങ്ങളുടെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയില്. ലക്ഷ്മി, വാ പെട്ടെന്ന് പോകാം. കണ്ണു തുറക്ക്. കണ്ണു തുറക്ക്. അയ്യോ, എന്തിനായിട്ടാ മദ്യപിച്ചത്? ഇതുപോലുള്ള ശീലങ്ങളൊന്നും ഏട്ടന് നേരത്തെ ഇല്ലായിരുന്നല്ലോ. ഏട്ട കുടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാനാ ഏട്ടാ, ഏട്ടന്റെ അനിയത്തി ശ്രീദേവിയായിട്ടാ. ഏത് ശ്രീദേവി? എന്റെ സഹോദരി ശ്രീദേവി എന്തായാലും വരൂല. അവളെ എന്നെയും കുടുംബത്തെയും വിട്ടിട്ട് പോയതല്ലേ, ഒരിക്കലും വരില്ല. ഇല്ല ഏട്ടാ, ഞാൻ ഏട്ടന് വേണ്ടി ഇവിടെ വന്നിരിക്കുക. എഴുന്നേൽക്കേണ്ട. ഏട്ടാ എഴുന്നേൽക്കേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. വരില്ല. ഏട്ടാ നീ വിളിച്ച ഞാൻ വരേണ്ട ആവശ്യം എന്താ? അങ്ങനെ പറയല്ലേ ഏട്ടാ. ഏട്ടനെ പിരിഞ്ഞു പോകണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു ഏട്ടാ. എനിക്ക് വേണ്ടി ഏട്ടൻ എത്ര പേരുടെ കൂടെ വഴക്ക് കൂടുന്നു. ചേട്ടൻ എന്ത് ചെയ്യുമെന്ന് പേടിച്ച ഗീത അമ്മായിയുള്ള വീട്ടിലേക്ക് പോകാന്ന് ഞാൻ തീരുമാനിച്ചു. ഏട്ടാ എഴുന്നേൽക്കേണ്ട. നീ വരുന്നുണ്ടോ ഇല്ലയോ? ഏട്ടാ, ഏട്ടൻ ദേഷ്യത്തില് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോന്നും ഏട്ടൻ എന്തെങ്കിലും സംഭവിക്കുമെന്നും എന്റെ മനസ്സിൽ ഭയം ഉണ്ടായിരുന്നു ഏട്ടാ. ഞാനില്ലാതായ ഈ പ്രശ്നങ്ങൾക്കൊരു അവസാനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഏട്ടൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത് കൊണ്ട് ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നു. പക്ഷെ ഏട്ടന്റെ കൺമുന്നിൽ ഞാൻ ഉണ്ടായ ഞാൻ അനുഭവിക്കുന്ന അപമാനങ്ങൾ കണ്ട് വീണ്ടും ഏട്ടൻ എന്തെങ്കിലും പ്രതികാരം ചെയ്യുമെന്ന് ഭയന്നാ ഞാൻ ഗീത അമ്മായിയുടെ വീട്ടിലേക്ക് പോയത്. നീ ഇപ്പൊ വരുന്നുണ്ടോ ഇല്ലയോ? നിന്നോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എനിക്ക് എന്റെ ഏട്ടനോട് സംസാരിക്കണം. ഏട്ടൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം. ഇവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിട്ടല്ല ഞാൻ കാർ എടുത്തോണ്ട് വന്നത്, നിന്നെ കൂട്ടിക്കൊണ്ടു പോവാനാ. ഇതെന്റെ ഏട്ടനാ. ഈ അവസ്ഥ ഞാൻ ഏട്ടനെ വിട്ടിട്ട് വരില്ല. ഏട്ടനെ വീട്ടിൽ കൊണ്ട് വിടാൻ ദേവേട്ട, പ്ലീസ് ദേവേട്ട. ഏട്ടാ എഴുന്നേൽക്കേട്ട. ഏയ്, നിനക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ? വിളിച്ചാ വരില്ലല്ലേ? ഞാൻ തൊഴുതു പറയാ ദേവേട്ട, ഏട്ടനെ കൂട്ടിക്കൊണ്ട് പോവാ. അടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഒരുത്തനെ എന്റെ കാറിലിരുത്തി അതിലെങ്ങാനും ഛർദിച്ചാ എന്റെ കാറ് വൃത്തികേടാവില്ലേ?
നിങ്ങളുടെ ഉള്ളിലെ വൃത്തികേടിനെക്കാളും അത്രയ്ക്ക് വലുതായിരിക്കില്ല ഇത്. കൂടുതൽ സംസാരിച്ച കൊന്നുകളയും ഞാൻ നിന്നെ. എന്റെ ഏട്ടൻ നിങ്ങളോട് ഒരു പ്രതികാരം ചെയ്യാതെ വെറുതെ വിട്ടു. ആ ഒരു നന്ദിയെങ്കിലും കാണിക്കാൻ ഏട്ടനെ കൂട്ടിക്കൊണ്ട് പോണം. നന്ദിയോ? ഹ, ആ നന്ദിയുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ അവനെ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവന്റെ നെഞ്ചിലൂടെ ഞാനിപ്പോ കാറ് കയറ്റി ഇറക്കിയാനെ. ഇപ്പൊ നീ വരുന്നുണ്ടോ ഇല്ലയോ? എന്റെ ഏട്ടനെ ഈ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരും ദേവേട്ട? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ? വേണ്ട ദേവേട്ട, വേണ്ട ദേവേട്ട, വേണ്ട ദേവേട്ട, വേണ്ട. നീ മര്യാദക്ക് കാറി കയറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ അവന്റെ തലയിലിടും. അയ്യോ വേണ്ട, വേണ്ട ദേവേട്ട, ഞാൻ വരാം. മര്യാദക്ക് വാടിച്ച് കാറി കയറ. ഇങ്ങനെ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവും. അയ്യോ ചേട്ടാ, ചേട്ടാ, ഏട്ടാ, ഏട്ടാ, ചേട്ടാ. ശ്രീദേവി ശ്രീദേവി എങ്ങനെ വരാനാ? അവള് വരെയൊന്നുമില്ല. എല്ലാം എന്റെ തോന്നല് മാത്രമാ. എന്റെ ശ്രീദേവി ഒരിക്കലും വരാനൊന്നും പോകുന്നില്ല. എന്താ ഏട്ടാ ഇതൊക്കെ? ഞാൻ എന്ത് ചെയ്യുന്ന? ചേട്ടന് ശീലമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ശിവാനി, ഈ അവസ്ഥയിൽ ഏട്ടനോട് എന്തെങ്കിലും ചോദിച്ചാ ഏട്ടനൊന്നും മനസ്സിലാവില്ല. നമുക്ക് ഏട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. ചേട്ടാ എഴുന്നേക്ക്. ശ്രീദേവി, അടിയോടെ നിർത്തി വീട്ടിലേക്ക് കയറ്റിയതിന് സന്തോഷിക്കാൻ പറകീതേ. ഇവളുടെ ചേട്ടനു വേണ്ടി യാതൊരു ചിന്തയില്ലാതെ റോഡിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അന്തസ്സെന്താകും? ഇവള് പോയത് സ്വന്തം ഏട്ടന് വേണ്ടിയിട്ടല്ലേ? അതേ ഗോവിന്ദരാജേ, ഒരു പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം തിരികെ അവളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഭർത്താവിനോടോ ഭർത്താവിന്റെ അച്ഛനോടോ ചോദിച്ചിട്ട് വേണം പോകാൻ. ആരോട് ചോദിച്ചു? എന്നോട് ചോദിച്ചിട്ടല്ലേ പോയത്? നിങ്ങളെല്ലാവരും അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളല്ലേ അവൾ അവളുടെ ചേട്ടനെ കാണരുതെന്ന് പറഞ്ഞ് ദേവനെ കൂടെ അയച്ചത്? ശ്രീദേവി ചേച്ചി ഏതോ അന്യനെ കാണാൻ പോയതുപോലെ ചേച്ചിയോട് ഈ വെറുപ്പ് കാണിച്ചിങ്ങനെ ഉപദ്രവിക്കുന്നതൊന്നും ന്യായമുള്ള കാര്യമല്ല. ഈ കാര്യം ഗൗതമേട്ടൻ കാണാൻ അറിഞ്ഞാ നിങ്ങളെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അവനൊരു അന്യൻ തന്നെയാ, നമുക്കല്ല, ശ്രീദേവിക്ക്. എന്റെ ഏട്ടൻ എനിക്ക് ജീവനാ. അതെങ്ങനെ അന്യനാവുന്നെ? അവൻ അന്യൻ തന്നെയാ. നിന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി നാട്ടുകൂട്ടത്തിൽ വെച്ച് എന്തോ ആലോചിച്ച് നീ ഒരു തീരുമാനം എടുത്തു. നിന്റെ അമ്മായി നിന്നെ സമാധാനിപ്പിക്കാൻ നോക്കിയപ്പോ അവൻ എന്താ നിന്നോട് പറഞ്ഞത്? ദിവസവും നീ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വസ്ത്രങ്ങളെല്ലാം പുറത്തേക്കെറിഞ്ഞ് അത് കത്തിച്ച് നാട്ടുകൂട്ടത്തിൽ എന്റെ അനുജത്തി ചത്തുപോയിന്ന് പരസ്യമായി പറഞ്ഞു. ദേഷ്യം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞങ്ങളും അങ്ങനെ തന്നെയാ. ദേഷ്യം വന്നാൽ അടിക്കും. അത് തെറ്റാമ്മേ. കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കണം.
അതിന്റെ അർത്ഥം പോലും ഇവർക്ക് അറിയില്ലായിരിക്കും ചെറിയച്ച. അതൊക്കെ പറഞ്ഞു കൊടുത്താ ചെറിയച്ചന്റെ സമയം വേസ്റ്റ്. ഞാനുമായിട്ട് ബന്ധം വേണ്ടാന്ന് പറഞ്ഞതിന് ശേഷം ആ താലി പൊട്ടിച്ചെറിഞ്ഞ് അവൻ എന്നെ തന്നെ കൊല്ലാനായിട്ട് വന്നു. പിന്നെ ഒരിക്കലും ഗൗതമി വീടിന്റെ പടി ചവിട്ടില്ലെന്നും പറഞ്ഞു. നീ എന്റെ അനിയത്തി അല്ലെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ ഡിക്ലെയർ ചെയ്തതിന് ശേഷവും ഇവള് വീണ്ടും ഏട്ടനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥവും. എന്തോ യുദ്ധം ചെയ്യാൻ പോകുന്നത് പോലെയല്ലേ ഇവളിവളുടെ ചേട്ടനെ കാണാൻ ഓടിപ്പോയത്, കാലിൽ ചെരുപ്പ് പോലും ഇടാതെ. ഈ വീട്ടിലെ മരുമകളുടെ കാലിൽ ഒരു കല്ലോ മുള്ളോ കൊണ്ടാൽ ഈ സമൂഹം എന്തായിരിക്കും പറയുക? ഈ വീടിന്റെ അഭിമാനം തന്നെ പോവില്ലേ? അവൻ അവന്റെ സഹോദരിമാരെ കാല് നിലത്ത് തൊടാതെയാ വളർത്തിയത്. എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് അവളുടെ കാലിൽ രക്തം പുരണ്ടാൽ അവൻ നമ്മളെയല്ലേ കുറ്റപ്പെടുത്തുക? അതുകൊണ്ടാ അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ, ഞങ്ങളുടെ അഭിമാനവും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാതെ. ശ്രീദേവിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നാലും കുഴപ്പമില്ല, ചേട്ടന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഇവള് പോകാൻ പാടില്ലെന്ന് കരുതി തന്നെയാ ഇവർ രണ്ടുപേരും ഇവളെ തല്ലിയത്. ആരടിച്ചാലും വഴക്ക് പറഞ്ഞാലും ഞാൻ സഹിച്ചെന്നിരിക്കും. പക്ഷെ എന്റെ ഗൗതമേട്ടന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഞാൻ വെറുതെ ഇരിക്കില്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമടി? ഞാൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നാ പറഞ്ഞത്. നീ എന്തെയ്യടി? ദേഷ്യപ്പെടുന്നാണോ? എന്റെ ഏട്ടനെ തൊട്ടവനെ കൊന്നുകളയും. ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ എന്തായാലും ഏട്ടനെ കാണാൻ പോയിരിക്കും. എടാ, കൊടുത്ത അടി ഇവൾക്ക് മതിയായില്ലെന്ന് തോന്നുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്നെ കൊന്നാലും ശരി, എന്റെ ഏട്ടനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. എന്റെ ജീവനാ ഏട്ടൻ. ആ ജീവൻ അരുതാത്തതായി എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ആ ജീവൻ എടുക്കാൻ വന്ന ആരായാലും കത്തിച്ചു കളയാനും മടിക്കില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? എന്ത്? നിങ്ങൾ മാത്രമല്ല ഇവിടെ ഗുണ്ടകള്. ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീദേവി ചേച്ചിയുടെ വീട് നശിപ്പിക്കാൻ നോക്കിയാ അങ്ങനെ ചെയ്യുന്നവരെ നശിപ്പിക്കാനും അവർ തയ്യാറാണ്. അമ്മേ, ഞാനൊരു കാര്യം പറയാം. അമ്മയുടെ ജാതകം ജ്യോത്സ്യരെ ഒരു തവണ ഒന്ന് കാണിച്ചു നോക്ക്. അമ്മയുടെ നെറ്റിയിലുള്ള സിന്ദൂരം കുറഞ്ഞതൊരു 10 വർഷമെങ്കിലും കാണുമോ എന്നുള്ളത് ചോദിച്ചു നോക്ക്. അതിനത്ര ആയുസില്ലെങ്കിൽ നമുക്ക് തന്നെ എല്ലാം മനസ്സിലാക്കാം. അവൻ പറഞ്ഞത് ശരിയാ. അവൻ പറഞ്ഞ് ശരിക്കും ഞാൻ കേട്ടില്ലെന്നാ ഉദ്ദേശിച്ചത്. ഏയ്, എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ കരയൊന്നുമല്ല. നിന്റെ ഏട്ടനെ ഇങ്ങനെ കണ്ട് ഇമോഷണൽ ആകെയൊന്നും വേണ്ട. എനിക്കെന്താ പറ്റിയത്? ഏട്ടനൊന്നും പറ്റിയിട്ടില്ല. ഞാനിതിപ്പോ എവിടെയാ? അയ്യേ, ഇപ്പൊ ചേട്ടൻ സ്വർഗത്തിലാ ഉള്ളത്. രംഭ ഇപ്പൊ ഡാൻസ് കളിച്ചിട്ട് പോയതേ ഉള്ളൂ. നെക്സ്റ്റ് മേനക വരുന്നുണ്ട്. നിന്റെ കളിയാക്കലൊക്കെ മതി. എന്തോ വിഷമത്തിലാ എന്റെ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. അതിന് ഇത്രയ്ക്കൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചി, ഓണിയൻസ്. ഭക്ഷണം കൊടുക്കാതെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടന്റെ വയറ് നിറയോ? ഇങ്ങനെ മദ്യപിച്ച് ശീലമില്ലാത്തവര് സവാള കുറച്ച് കഴിക്കുകയാണെങ്കിൽ അവരുടെ കെട്ടിറങ്ങിക്കോളും. ഇല്ലെങ്കിൽ തല കറങ്ങും പോലെ തോന്നും. ശരി, ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാം. ഗൗരി, ഇത് പിടിക്കേ, സൂക്ഷിച്ച്.
കുന്തിരിക്കം കുറച്ചുകൂടി അടുത്തോട്ട് കൊണ്ടുവാ. ഇതേതോ കൊതുകിനെ ആട്ടി പായിക്കും പോലെയുണ്ട്. എന്താണ് ഈ പുകയൊക്കെ? എന്തെങ്കിലും കത്തുന്നുണ്ടോ ഇവിടെ? എന്റെ വയറാണ് കത്തുന്നത് നിങ്ങളുടെ ഓരോ പ്രവൃത്തി കാരണം. നിങ്ങളുടെ ഏട്ടന് പലവ്യഞ്ജനക്കിട കത്തിപ്പോയ സംഭവം ഓർമ്മ വരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ അതൊക്കെ എന്തിനാ ശിവാനി? ആദ്യ ഏട്ടൻ ഭക്ഷണം കഴിക്കട്ടെ. നിങ്ങളുടെ ഏട്ടൻ കുടിക്കാതിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷമായിട്ട് വയറ് നിറച്ച ആഹാരം കഴിച്ച് കിടന്നുറങ്ങായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങേർക്കൊരു ക്ലാസ് കൊടുക്കണം കേട്ടോ. കാരണം ഈ മദ്യപാനം ഒരു വൃത്തികെട്ട ശീലമാ. ഇതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഒരു തവണ ക്ഷമിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ അച്ഛനെ പോലെ നിങ്ങളുടെ ഏട്ടനും ഒരു മദ്യപാനിയാവും. ഞാൻ കുടിക്കൂല, എനിക്കത് ശീലവുമില്ല. ഫുൾ അടിച്ച് കേറ്റിയിട്ട് ഞാൻ ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞ എന്തർത്ഥം? ശിവാനി, നീ ഒന്നും മിണ്ടാതിരിക്ക. വിഷമിക്കാതെ എടുത്തി, ആദ്യ ഏട്ടൻ കഴിക്കട്ടെ. പാവം നല്ല വിശന്നിരിക്കായിരിക്കും. ഏട്ടാ, കൂടെപ്പിറപ്പുകൾക്ക് ഇത്രയും സ്നേഹം ഉണ്ടാവുമെന്ന് നിങ്ങളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ചേച്ചി ഈ ലോകം വിട്ട് തന്നെ പോയി. എനിക്കൊരു ഏട്ടനോ അനുജനോ ഉണ്ടായിരുന്നെങ്കിൽ അവരും ഇതുപോലെ സ്നേഹം കാണിക്കുമായിരുന്നു. എന്റെ ഈ കൈ കൊണ്ട് താലി കെട്ടിയ ശ്രീദേവിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ പൂച്ചയെ കണ്ട എലിയെ പോലെ ഭയന്ന് വിറയ്ക്കുമെന്നാ കരുതിയേ. എന്നാൽ അവള് പുലിയെ പോലെ എതിർത്താ നിൽക്കുന്നേ. അവളുടെ ഏട്ടൻ ഗൗതം വളർത്തിയ പിന്നെ അവൾ അങ്ങനെ ആവാതിരിക്കുവോ? സാരമില്ല, ഉയർന്നു പൊങ്ങുന്ന പരുന്തായാലും ശരി, തളരുമ്പോ ഭൂമിയിൽ ഇറങ്ങിയല്ലേ പറ്റൂ. അതേപോലെ ഇവളെയും ഇവളുടെ അഹങ്കാരം അടിച്ചമർത്തിയേ പറ്റൂ. ദേഹത്ത് വെള്ളമൊഴിച്ച് നമ്മൾ സോപ്പ് തേച്ചാ നല്ല പത വരും. അതേസമയം ഇങ്ങനെ സോപ്പ് വെള്ളത്തിൽ കലർത്തി താഴെ ഇങ്ങനെ ഒഴിച്ചു വിടുകയാണെങ്കിൽ ശ്രീദേവി വന്നറിയാതെ ഇതിൽ ചവിട്ടി വഴുതി വീണ് കൈയും കാലും എല്ലാം ഓടി പിന്നെ ഒരു മൂലയിൽ കിടന്നോളും. ശ്രീദേവി, ഏയ് ശ്രീദേവി. വരുന്നു ദേവേട്ടാ. ദേവേട്ടൻ എന്നെ എന്തിനായിരിക്കും വിളിക്കുന്നേ? ഏട്ടൻ എന്നോട് സംസാരിക്കില്ലല്ലോ. നീ എവിടെയാ? എന്റെ മൊബൈൽ എടുത്തിട്ട് വാ. എന്റെ പേരക്കുട്ടിക്ക് 6 അടി പൊക്കമുണ്ടെങ്കിലും 6 അടി പോലും നടന്നുപോയി ഒരു സാധനവും എടുക്കില്ല. മടിയനായിരുന്ന് ശീലിച്ചു പോയി. ഓ, ഇവിടെയാണോ വെച്ചിരിക്കുന്നേ? ശ്രീദേവി, മൊബൈൽ എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞേ? അല്ലല്ല, ഇത്രയും തവണ എന്നെ പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ സംശയം തോന്നുന്നു.
എന്തായാലും ഞാൻ ലേറ്റ് ആയേ പോകുന്നുള്ളൂ. ആ എന്തെങ്കിലും ചോദിച്ചാ വാഷ്റൂമിലായിരുന്നെന്ന് കള്ളം പറഞ്ഞേക്കാം. ഇതുപോലുള്ള ആൾക്കാരോട് സത്യം പറഞ്ഞ ഒരു പ്രയോജനവും ഇല്ല. എന്ത് അഹങ്കാരാണ് ഇവൾക്ക്. ഞാൻ വിളിച്ചിട്ട് വരാൻ പോലും കൂട്ടാക്കുന്നില്ല. എന്റെ പ്ലാൻ വർക്കൗട്ട് ആവുമോ ഇല്ലയോ? മുത്തശ്ശി 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 അമ്മേ മുത്തശ്ശി അയ്യോ, അമ്മായി. എന്തെങ്കിലും പറ്റിയോ?